நாளை என்றும் நம் கையில் இல்லை, நாம் யாவும் தேவன் கை பொம்மைகளே. என்றால் கூட போராடு நண்பா, என்றைக்கும் தோற்காது உண்மைகளே. ട്രാൻസ്പെറന്റ് അക്കാഡമിയിൽ നിന്ന് CA, CMA, ഫൗണ്ടേഷൻ, ഇന്റർമീഡിയറ്റ്, ഫൈനൽ ഇതിന്റെയൊക്കെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ അക്കാഡമിയിൽ നിന്ന് പഠിച്ചിറങ്ങിയവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരും ഒക്കെ വൻ വിജയം കരസ്ഥമാക്കിയ ഒരു നിമിഷമാണിപ്പോ. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു 5 വർഷം 10 വർഷം കഴിഞ്ഞിട്ട് NDTV, ഈ CNBC മണി, അതുമാതിരി പല ന്യൂസ് ചാനൽസിൽ ഓരോ കമ്പനിയുടെ ക്വാർട്ടർലി ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പബ്ലിഷ് ചെയ്യാൻ അതിന്റെ CFO ആയിട്ട് അവർ വന്ന് പബ്ലിഷ് ചെയ്യും. അതിൽ എനിക്ക് പറയാൻ പറ്റുന്ന എന്റെ കുട്ടികളുടെ അടുത്ത് എന്താ പറയാൻ പറ്റേണ്ടത്, ഇത് നമ്മുടെ അക്കാഡമിയിൽ പഠിച്ചൊരു കുട്ടിയാണ് എന്നുള്ള ഒരു തോന്നൽ, ആ കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം നമുക്ക് കിട്ടണം. ആ ലെവലിലേക്ക് നിങ്ങൾ എല്ലാവരും ഉയർന്നു വരണം. അല്ലെ, അതേപോലെ ഇപ്പൊ പറഞ്ഞു കിട്ടുന്നുണ്ടാവും പാലക്കാട് 50 പേര് പാസ്സായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അത് ഈ CA പാസ്സാകാൻ എളുപ്പമായതുകൊണ്ടല്ല, നമ്മളെല്ലാം ബുദ്ധിമുട്ട് ചെയ്തുകൊണ്ടാണ് പഠിച്ച് പാസ്സായതുകൊണ്ടാണ് ആ 50 പേർക്ക് വേണ്ടി ചെയ്യുന്നത്. നമ്മൾ സീനെ കാണുമ്പോൾ എമൗണ്ട് വന്ന് നിൽക്കും. എമൗണ്ടിനെ നേരെ കണ്ടാൽ നമുക്കും എമൗണ്ട് വരും. അതാണ് ഈ പ്രൊഫഷൻ. അതാണ് രാജീവ് സാറും പറഞ്ഞത്, എത്തിക്സ് വേണമെന്ന് പറഞ്ഞത്. പല പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആൾക്കാര് നല്ല പുഷ്പം പോലെ ഈ കോഴ്സുകളൊക്കെ പാസ്സായി പോയിട്ടുള്ള ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്രാവശ്യം പാസ്സായ എല്ലാവരും, ഇതിനു മുമ്പ് പാസ്സായിട്ടുള്ള എല്ലാവരും, ഇനി പാസ്സാകാൻ പോകുന്ന എല്ലാവരും ഈ ഒരു റിസൾട്ടിനെ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് എടുത്ത് അതിനുവേണ്ടി വർക്ക് ചെയ്യുക. ഇതുപോലത്തെ റിസൾട്ട്സ് എല്ലാ 6 മാസം കൂടുന്ന സമയത്ത് നമുക്ക് കിട്ടട്ടെ എന്നുള്ള അവിടെ നിങ്ങൾ ഒരുമിച്ചാണ് കാലത്ത് അറിയാം. ഫൈനൽ ജേർണി എന്ന് പറയുന്നത് വരെ ബുദ്ധിമുട്ടായിരിക്കും, സ്ട്രെസ്ഡ് ആണ്, ഒരുപാട് ഡിപ്രഷൻ ഒക്കെ തോന്നും. എന്നാലും കുറച്ചുകൂടി നമുക്ക് നിങ്ങൾ പരസ്പരം ഫോൺ വെച്ച് സംസാരിക്കും. ഇങ്ങനെയാണെന്ന് പരസ്പരം ക്വസ്റ്റ്യൻ ചോദിക്കും, MCQ ഡിസ്കസ് ചെയ്യും. അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് റാങ്ക് കിട്ടിയത് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് ഒരിക്കലും റാങ്ക് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ക്ലിയർ ചെയ്യണം, ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യുന്ന വാശിയുണ്ടായിരുന്നു. കാരണം ഞാൻ 2 ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്തു. ഫൈനൽ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നു. ഇത്രയും റാങ്ക് തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ CA നമ്മളൊക്കെ ആദ്യം നമുക്ക് സാധാരണ ഒരു ഗ്രാമത്തിൽ നിന്ന് വരുന്നതാണ്, സാധാരണ ഒരു ഗവൺമെന്റ് പോപ്പുലർ മാനേജ്മെന്റ് സ്കൂളിൽ പഠിച്ചു വരുന്ന കുട്ടികളാണ്. അപ്പൊ നമുക്ക് എന്താണ് ഫ്യൂച്ചർ, നമുക്ക് ആഫ്റ്റർ ടൈം നമുക്ക് എന്ത് ചെയ്യണം ഒരു ഐഡിയ ഒന്നും ഉണ്ടാവില്ലാത്ത സമയമായിരുന്നു പണ്ട് 10th പഠിക്കുന്ന സമയം. അപ്പൊ നമ്മളിങ്ങനെ വീട്ടിലിങ്ങനെ എന്ത് ചെയ്യുന്നൊരു ഡിസ്കഷൻ വരുന്നു. അപ്പം അമ്മയായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനത്തെ ഒരു കോഴ്സ് ഉണ്ട്, ആ ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സൈൻ നടന്ന ഭയങ്കര പ്രൗഡായിരുന്നു. നമ്മൾ ബിസിനസ് ഫീൽഡിലേക്ക് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി പാലക്കാട് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, സെക്രട്ടറി ആയിട്ട്. അപ്പം അമ്മയാണ് എനിക്ക് ഈ CA ഒരു ജേർണി, ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്, അത് 2 വാക്ക് എഴുതുന്നുണ്ടെങ്കിലും വാല്യൂ എന്നൊരു സാധനത്തിലേക്ക് ആ ഒരു കോഴ്സാണ് അമ്മയായിട്ട് പറഞ്ഞത്. ഞാൻ 10th വരെ സീരിയസ്ലി ഞാനൊരു ആവറേജ് സ്റ്റുഡന്റിനെ ഞാൻ കണ്ടു. അമ്മ എന്നെ കുറെ ചീത്ത പറഞ്ഞിട്ട് ഞാൻ പഠിക്കൂ പറഞ്ഞിട്ടാക്കും, എന്നാലും ഞാൻ പഠിക്കില്ല. ഞാൻ അങ്ങനത്തെ നല്ല ആവറേജ് സ്റ്റുഡന്റ് ഞാൻ പറയാം.